ഹായ് ഫ്രണ്ട്സ്, 2005 ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ മനോഹരമായ ഒരു ജനാധിപത്യ അവകാശ നിയമത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. വിവരാവകാശ നിയമം അഥവാ RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 എന്ന് നമുക്കൊക്കെ സുപരിചിതമായ ഒരു നിയമമാണ് അത്. ഈ നിയമത്തിൻ്റെ കീഴിൽ നമുക്ക് ഏതൊരു പബ്ലിക് അതോറിറ്റി എന്ന് പറയുമ്പോൾ സർക്കാർ സ്ഥാപനമോ സർക്കാരിൻ്റെ ധനസഹായം പറ്റുന്ന ഏതൊരു സ്ഥാപനമോ അതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഓരോ പബ്ലിക് അതോറിറ്റിയും ഈ നിയമപ്രകാരം ഒരു സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അഥവാ SPIOയെ ചുമതലപ്പെടുത്തേണ്ടതുണ്ട്, വിവരങ്ങൾ നൽകുന്നതിന് ചുമതലപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് ഈ SPIOയ്ക്ക് ഒരു അപേക്ഷ സമർപ്പിച്ച് ഏത് പബ്ലിക് അതോറിറ്റിയുടെയും കസ്റ്റഡിയിലുള്ള വിവരങ്ങൾ വാങ്ങാവുന്നതാണ്. നമുക്ക് അഥവാ SPIOനെ അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസിൻ്റെ മേധാവിക്ക് അപേക്ഷ അയച്ചു കൊടുത്താൽ അത് SPIOക്ക് കൈമാറപ്പെടുന്നതാണ്. വിവരങ്ങളുടെ വ്യാഖ്യാനമോ വിശദീകരണമോ ഒന്നും ഇതിൻ്റെ അധികാരപരിധിയിൽ പെടുന്നതല്ല. ഒരു ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ ഒരു പബ്ലിക് അതോറിറ്റിയുടെ കസ്റ്റഡിയിലുള്ള വിവരങ്ങളാണ് നമുക്ക് ചോദിക്കാൻ കഴിയുക. ഇത് ഒരു 10 രൂപയുടെ കോട്ടവി സ്റ്റാമ്പ് ഒട്ടിച്ച് വെള്ളക്കടലാസിലൊരു അപേക്ഷ എഴുതിയാൽ നമുക്ക് ആവശ്യപ്പെടുന്ന വിവരം തരാൻ SPIO ബാധ്യസ്ഥനാണ്. അത് ഇപ്പോൾ ഓൺലൈനായിട്ടും അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട്. SPIO 30 ദിവസത്തിനകം, പരമാവധി 30 ദിവസത്തിനകം നമുക്ക് ബന്ധപ്പെട്ട വിവരം ലഭ്യമാക്കേണ്ടതാണ്. 30 ദിവസത്തിനകം വിവരം നൽകാതിരിക്കുകയോ നൽകിയ വിവരം അപൂർണമാവുകയോ ആണെങ്കിൽ ആ പബ്ലിക് അതോറിറ്റി അഥവാ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഒരു മേലുദ്യോഗസ്ഥനെ ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റി ആയിട്ട് അഥവാ ഒന്നാം അപ്പീൽ അതോറിറ്റി ആയിട്ട് ഈ നിയമത്തിന് കീഴിൽ നിയമിക്കപ്പെട്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ അപ്പീൽ ലഭ്യമാവുന്നതനുസരിച്ച് അദ്ദേഹം ഹിയറിംഗ് ഒക്കെ നടത്തി എടുക്കുന്ന തീരുമാനം നമുക്ക് തൃപ്തികരമല്ലെങ്കിൽ 45 ദിവസത്തിനകം നമുക്ക് രണ്ടാം അപ്പീൽ കൊടുക്കാവുന്നതാണ്. അതായത് അത് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഓഫീസാണ് രണ്ടാം അപ്പീലിലെ അധികാരി. ഇപ്പോൾ അപേക്ഷ ഓൺലൈനായിട്ട് കൊടുക്കുന്നത് പോലെ തന്നെ അപ്പീലും ഓൺലൈനായിട്ട് കൊടുക്കാനുള്ള സംവിധാനം ഇപ്പോഴുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു വിവരത്തെക്കുറിച്ച് അത് ഏത് ഓഫീസിൻ്റെ പരിധിയിലാണ് അല്ലെങ്കിൽ ഏതൊരു ഉദ്യോഗസ്ഥൻ്റെ കസ്റ്റഡിയിലാണ് എന്ന് അറിയാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ കൊടുക്കുന്ന അപേക്ഷ ആ ഓഫീസുമായി കൂടുതൽ ബന്ധപ്പെട്ടതല്ലെങ്കിൽ സെക്ഷൻ 6(3) പ്രകാരം അത് എവിടെയാണോ ആ വിവരം കൃത്യമായുള്ളത് ആ ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ആ അതോറിറ്റിക്ക് ആ അപേക്ഷ അയച്ചു കൊടുക്കാൻ നമ്മളത് ആർക്കാണോ അയച്ചത് അവർ ബാധ്യസ്ഥരാണ്. ഉദാഹരണമായിട്ട് ഒരു പ്രത്യേക ഒരു സ്ഥലത്തിൻ്റെ എന്തെങ്കിലും പ്രത്യേകതയുള്ളൊരു സ്ഥലത്തിൻ്റെ സ്കെച്ച് നമ്മൾ ആവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസർക്ക് ഒരു അപേക്ഷ നൽകിയെന്ന് വിചാരിക്കുക. അതിൻ്റെ ശരിയായ അല്ലെങ്കിൽ കൂടുതൽ റെലവൻ്റായ രേഖ ഇരിക്കുന്നത് സർവേ ഓഫീസിലാണെങ്കിൽ അത് ആ വില്ലേജ് ഓഫീസറായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ മടക്കാൻ പാടില്ല. അത് ബന്ധപ്പെട്ട ഓഫീസിലേക്ക് അഥവാ സർവേ ഓഫീസാണെങ്കിൽ അവിടത്തേക്ക് അത് അയച്ചു കൊടുക്കുകയും ആ വിവരം അപേക്ഷകനായ നമുക്ക് കൈമാറുകയും വേണം. അപ്പം ഇങ്ങനെ അറിവില്ലാത്തവർക്ക് അങ്ങനെ അറിവില്ലായ്മ കൊണ്ട് അത് വിവരം നഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള വകുപ്പുകൾ അതിൽ എഴുതി ചേർത്തിരിക്കുന്നത്. അതുപോലെ വികലാംഗരായിട്ടുള്ള ആളുകൾക്ക് അഥവാ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക്
അപേക്ഷ എഴുതുന്നതിനും ഒക്കെ സഹായിക്കണമെന്നുള്ളതും ഈ നിയമത്തിൻ്റെ വ്യത്യസ്ത വകുപ്പുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാം അപ്പീൽ പരിശോധിച്ചിട്ട് അതിൽ തന്നിട്ടുള്ള വിവരം, നമ്മുടെ അപേക്ഷയിൽ തന്നിട്ടുള്ള വിവരം അപൂർണമാണ്, അല്ലെങ്കിൽ വിവരാവകാശ നിയമങ്ങൾക്ക് യോജിക്കുന്നതല്ല, വിവരം നൽകിയിട്ടില്ല എന്നതൊക്കെ കണ്ടെത്തുന്ന പക്ഷം ആ ഉദ്യോഗസ്ഥനെ കുറ്റക്കാരനായി വിധിക്കാവുന്നതും പിഴശിക്ഷ പരമാവധി 25,000 രൂപ വരെ പിഴശിക്ഷ ഈടാക്കാനും വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്യാനും വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. പിന്നെ ഈ നിയമത്തിൻ്റെ ചില പ്രായോഗികമായ ചില പരിമിതികൾ ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കാരണം പരമാവധി ലഭിക്കാവുന്ന പിഴശിക്ഷ 25,000 രൂപയാണ്. അതുതന്നെ 2005 ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു തുകയാണ്. ഇപ്പോൾ പണത്തിൻ്റെ മൂല്യമനുസരിച്ച് ഇന്ന് അതിന് 25,000 രൂപ എന്നതിന് നിയമം പാസ്സാവുന്ന വർഷത്തെ വെച്ച് 1/3 മൂല്യമേ ഒന്നും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുന്ന ഒരു സ്ഥാപനം ഉദ്യോഗസ്ഥനാണെങ്കിൽ 25,000 രൂപ പിഴശിക്ഷയായാലും അദ്ദേഹം ആ നിയമം കൈമാറാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രവുമല്ല, ഇപ്രകാരം ശിക്ഷിക്കപ്പെട്ടവർക്ക് വകുപ്പ് തല നടപടി ശുപാർശ ചെയ്യുന്നുണ്ടെങ്കിലും ആരെയും അത്തരം വകുപ്പ് തല ശിക്ഷാ നടപടികൾ എടുത്തതായിട്ടുള്ള വിവരമില്ല. അതുപോലെ പല കേസുകളിലും വിവരാവകാശ കമ്മീഷൻ ഉദ്യോഗസ്ഥരെ താക്കീത് മാത്രം നൽകി ഒഴിവാക്കുന്ന ഒരു പ്രവണതയും കണ്ടുവരുന്നുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ഒരാളെ, ഒരു ഉദ്യോഗസ്ഥനെ കുറ്റക്കാരനായി വിധിക്കാനോ അല്ലെങ്കിൽ അയാളെ കുറ്റരഹിതനാക്കാനോ കുറ്റമുക്തനാക്കാനോ മാത്രമാണ് കമ്മീഷന് അധികാരമുള്ളത്. താക്കീത് ചെയ്യുക എന്നുള്ളത് കമ്മീഷൻ്റെ അധികാരപരിധിയിൽപ്പെട്ടതല്ല. ഇങ്ങനെയുള്ള പല നിയമത്തിന് യോജിക്കാത്ത നടപടികളിലൂടെ ഈ നിയമത്തിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളെ ദുർബലപ്പെടുത്തുന്ന ചില പ്രവണതയും കണ്ടുവരുന്നുണ്ട്. രണ്ട് വശങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്.